5 കുരുന്നുകൾക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം മടങ്ങുകയാണ്. ആലിന്റെ വൃക്കകളും കരളും മറ്റ് 2 കുട്ടികളിൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയായി. 10 വയസ്സുകാരിക്കാണ് 2 വൃക്കകൾ മാറ്റിവെച്ചിരിക്കുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ നൽകിയത്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിന്റെ ഹൃദയവാൽവും നേത്രപടലങ്ങളും ദാനം ചെയ്തിരുന്നു. നാടൊന്നാകെ ഹൃദയത്തിലേറ്റിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാരം നാളെയാണ് നടക്കുക. പത്തനംതിട്ട മല്ലപ്പള്ളിക്ക് സമീപം നെടുങ്ങാടപ്പള്ളിയിലെ സെയിന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഉണ്ട്. അതോടൊപ്പം തന്നെ മല്ലപ്പള്ളിയിൽ ആലിന്റെ വീട്ടിൽ നിന്ന് മേഘന മുരളിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജിബിൻ, 5 കുരുന്നുകൾക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നു നമ്മളെ വിട്ടുപോയ ആലിൻ്റെ അവയവദാനം അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ശസ്ത്രക്രിയ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എന്തൊക്കെ വിവരങ്ങളുണ്ട് ജിബിൻ? GK അതാണ്. കാരണം ഈ ആലിൻ എന്ന് പറയുന്ന 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു നാടിൻ്റെ അല്ല, നമ്മുടെ നാടിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. കാരണം 5 പേർക്ക് പുതുജീവൻ നൽകിയ ശേഷമാണ് ആ കുഞ്ഞ് ഈ നാടിനോട് അല്ലെങ്കിൽ നമ്മളോടെല്ലാം തന്നെ വിട പറഞ്ഞിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ വൃക്കകളും കരളും എത്തിച്ചത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കും SIT ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുഞ്ഞിനുമാണ്. ഇതിൽ SIT ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന വൃക്കകൾ ചുരുങ്ങിയ അസുഖമുണ്ടായിരുന്ന കുട്ടിയുടെ ശസ്ത്രക്രിയ നടന്നത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലായിരുന്നു. രാത്രിയോടുകൂടി ആരംഭിച്ച ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചയോടുകൂടി ഏകദേശം 5 മണിയോടുകൂടിയാണ് അവിടെ അവസാനിച്ചത്. ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇപ്പോൾ ആ കുട്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നോക്കി വരികയാണ്. അതിനുശേഷം മറ്റൊരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ആദ്യം ഈ അവയവം എത്തിച്ചത് കരളാണ്. കരളെത്തിച്ചത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കാണ്. അവിടെയാണ് മറ്റൊരു മാതൃക, അതായത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു വിജയം കൂടിയാണ്. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്വീകർത്താവ്, അവയവമാറ്റ ശസ്ത്രക്രിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവ സ്വീകർത്താവ് എന്ന് പറയുന്നത് ഈ 6 മാസം പ്രായമുള്ള തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് ജന്മന തന്നെ കരൾ വീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ 24 തന്നെ ആ കുഞ്ഞിൻ്റെ ആരോഗ്യവിവരം സംബന്ധിച്ച് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടിയാണ് ഈ 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ ആരംഭിച്ചത്. ഡോക്ടർ ഷബീർ അലിയുടെ നേതൃത്വത്തിലുള്ള കിംസിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ്. കേസ് ഓട്ടോയുടെ ഡോക്ടർമാർ കൂടി ഈ സംഘത്തോടൊപ്പമുണ്ട്. അവർ ചേർന്നാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. അതായിരുന്നു ഏറ്റവും സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ. കാരണം ഈ സ്വീകർത്താവ് കൂടി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ്. കാരണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ ആ കുഞ്ഞിന് 10 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ ഈ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ പ്രായമെന്ന് പറയുന്ന 6 മാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഏറെ സങ്കീർണമായിരുന്നു ആ ഒരു ശസ്ത്രക്രിയ. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഏറ്റവും കൂടുതൽ വേണ്ടി വന്നതും ആ ഒരു ശസ്ത്രക്രിയയായിരുന്നു. മാത്രമല്ല 14 മുതൽ 15 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അവിടെ നടന്നത്. ആ ശസ്ത്രക്രിയ കൂടി ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച ഈ ചടങ്ങുകൾ ഏകദേശം 7:15 കൂടിയാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ആ ആംബുലൻസ് കൃത്യസമയത്ത് തന്നെ, കാരണം ഈ പോലീസിൻ്റെയും നാട്ടുകാരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഈ ആംബുലൻസിന് തിരുവനന്തപുരത്തേക്ക്, പ്രത്യേകിച്ച് കിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ആംബുലൻസ് കൃത്യസമയത്ത് തന്നെ ഈ ആശുപത്രികളിൽ എത്തിയത് കൊണ്ട് കൃത്യമായി അവയവങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ കേടുപാടുകൾ കൂടാതെ ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്ക് നേരിട്ട് സ്വീകർത്താക്കളുടെ അടുക്കലേക്ക് എത്താൻ സാധിച്ചു. അങ്ങനെയാണ് കിംസ് ആശുപത്രിയിൽ 7:30 കൂടി ശസ്ത്രക്രിയ ആരംഭിച്ചതും പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശസ്ത്രക്രിയ ആരംഭിച്ചു. എന്തായാലും ഇന്ന് പുലർച്ചെയും ഇന്ന് രാവിലെ 8:30 കൂടിയും 2 ആശുപത്രിയിലെ ശസ്ത്രക്രിയകൾ വിജയമായി പൂർത്തീകരിക്കാൻ തന്നെ ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേസ് ഓട്ടോയുടെ ഇടപെടലാണ്. കാരണം ഈ ഒരു കുഞ്ഞിന് 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. ഉടൻ തന്നെ ബന്ധുക്കളുമായി കോൺടാക്ട് ചെയ്യുന്നു. തുടർന്ന് ബന്ധുക്കളാണ് മുൻകൈ എടുക്കുന്നത്. തൻ്റെ കുഞ്ഞിലൂടെ, അല്ലെങ്കിൽ ഈ 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കില്ല. കാരണം ബന്ധുക്കൾ ആ കുഞ്ഞ് ലോകത്തോട് തന്നെ വിടങ്ങി പറഞ്ഞു പോവുകയാണ്. പക്ഷേ ആ കുഞ്ഞ് ഇനി ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കുക മറ്റ് 5 പേരിലൂടെയാണ്. ആ ഒരു തീരുമാനമെടുത്തത് ആ ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അലിൻ്റെ മാതാപിതാക്കളാണ്. കാരണം ഈ ഒരു വിഷമമേറെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു വിഷമത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ, പ്രത്യേകിച്ച് ഈ മാസം 5-ാം തീയതി മുതൽ ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സങ്കടഘട്ടത്തിലും നമ്മുടെ നാടിന് അഭിമാനമായി മാതൃകയായ ഒരു തീരുമാനം ആ മാതാപിതാക്കൾ എടുത്തു. അതിൻ്റെ ഫലമായാണ് കേസ് ഓട്ടയും സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ജനങ്ങളും പോലീസും എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഇങ്ങനെ ഒരു വിജയകരമായിട്ടുള്ള രീതിയിൽ ഈ ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് അവയവങ്ങൾ എത്തിക്കാനും ഇപ്പോൾ അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചത്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ അവയവങ്ങൾ ഇപ്പോൾ 2 കുഞ്ഞു ശരീരങ്ങളിലാണ് ഇരിക്കുന്നത്. അത് എത്രയും വേഗം തന്നെ ഈ
ജീവന്റെ തുടുപ്പുകൾ കൂടി ആ അവയവങ്ങളിൽ ഉണ്ടാകുന്നു. ആ ഒരു വാർത്ത കൂടി മാത്രമാണ് ഇനി ഇതിൽ പുറത്തു വരാനുള്ളത്. ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.